Hello students, let us continue our discussion on services. In the previous class, we have seen the classification of services. Now let us move on to service marketing. So, in the case of service marketing, the marketing process is getting complicated due to the characteristics of services such as intangibility, inseparability, variability, etc. So there needs special arrangements or special care is required for marketing services. Today we are going to see one such aspect called service marketing triangle. Service marketing triangle, a dynamic model where there are three interlinked groups that work together to develop, promote and deliver services. These key players are company, customers and service providers. Service marketing triangle എന്ന് പറയുന്ന കോൺസെപ്റ്റ് ത്രീ ഇന്റർലിങ്ക്ഡ് ഗ്രൂപ്പ്സിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. These interlinked groups work together to develop, promote and deliver services. ഈ മൂന്ന് ഗ്രൂപ്പ്സും കൂടി പ്രവർത്തിച്ചിട്ടാണ് സർവീസിനെ ഡെവലപ്പ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും ആ സർവീസ് ഡെലിവറി നടത്തുന്നതും. These key players are the company, customers and service providers. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ മൂന്ന് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ കമ്പനി, second one is customers and third one is service providers. Service provider means the employees who deliver the service. Between these three points on the triangle, there are three types of marketing that must be successfully carried out for a service to succeed. ഈ മൂന്ന് ഗ്രൂപ്പ് കൂടാതെ മൂന്ന് തരത്തിലുള്ള മാർക്കറ്റിങ്ങും സർവീസിൻ്റെ ഡെലിവറി സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസസിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ത്രീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിങ്ങും ആവശ്യമായി വരുന്നു. ഈ കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു ഡയഗ്രത്തിനെയാണ് സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആ ട്രയാങ്കിൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യും. ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് കോർണറിലായിട്ടും ആ മൂന്ന് ഗ്രൂപ്പിനെയാണ് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കമ്പനി, സെക്കൻഡ് വൺ ഈസ് സർവീസ് പ്രൊവൈഡേഴ്സ്, തേർഡ് വൺ ഈസ് കസ്റ്റമേഴ്സ്. ഈ മൂന്ന് ഗ്രൂപ്പിനെ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് കോർണറിലായിട്ട് കാണിക്കും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്ന മാർക്കറ്റിങ്ങിനെയാണ് സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സർവീസ് മാർക്കറ്റിംഗ് മൂന്ന് ടൈപ്പായിട്ടാണ് കാണിക്കുന്നത്. ബിറ്റ്വീൻ കമ്പനി ആൻഡ് സർവീസ് പ്രൊവൈഡർ there is internal marketing. Between company and customer there is external marketing. And between service providers and customer there is interactive marketing. So all these activities revolve around making and keeping promises to customers. For services, all three types of marketing activities are essential for building and maintaining relationship with customers. ഈ തരത്തിൽ മൂന്ന് മാർക്കറ്റിങ്ങും കൂടി പ്രവർത്തനത്തിലൂടെയാണ്
സർവീസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുകയും കമ്പനിയുടെ ഗോൾസ് അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നത്. The service marketing triangle emphasizes 3 different kinds of marketing. It includes internal marketing, external marketing and interactive marketing. So, ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് മാർക്കറ്റിംഗ് ആണ്. ഇന്റേണൽ മാർക്കറ്റിംഗ്, എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. Interactive marketing refers to the way company communicate with employees. It includes sharing important news by company leaders and effective support of employees as they do their jobs. The premise is that when companies take care of their employees are more likely to work diligently to take care of customers who were attracted to the company by എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്. ആദ്യത്തെ ടൈപ്പ് മാർക്കറ്റിംഗ് ആണ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് മീൻസ് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് എംപ്ലോയീസ്. എംപ്ലോയീസിനെയാണ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. കമ്പനിയും എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷനിലൂടെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടുകയും അവരെ സർവീസ് ഡെലിവറി ചെയ്യുന്നതിന് റെഡിയാക്കി നിർത്താനും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമർ ഇൻ്ററാക്ഷൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനും സാധിക്കുന്നു. ഈ തരത്തിൽ നടക്കുന്ന കമ്പനിയും എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അസംഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when companies take care of the employees are more likely to work diligently to take care of the customers. അതായത് കമ്പനി എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ എംപ്ലോയീസ് വളരെ പോസിറ്റീവായ രീതിയിൽ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയും അതിലൂടെ ആ ഇൻ്ററാക്ഷനിലൂടെ സർവീസ് ഡെലിവറി അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും നടക്കുകയും ചെയ്യും. അതിലൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താനും സാധിക്കും. ഇതാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ മാർക്കറ്റിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പ്രൊമോഷണൽ എഫേർട്സ് aimed at customers to promote the benefits of the company and its products and services. It uses techniques such as advertising, public relations, etc. to attract customers. So external marketing is the communication between company and customers. So external marketing എന്ന് പറയുന്നതാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന മാർക്കറ്റിംഗ്. ഇവിടെ യഥാർത്ഥത്തിൽ the communication takes place between the company and the customers through advertisements and other sales promotion activities and public relation activities. ഇതിലൂടെ കമ്പനിയുടെ പ്രോഡക്ട്സിനെയും സർവീസിനെയും കുറിച്ചുള്ള അവയർനെസ് കസ്റ്റമേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. Therefore, we can say that external marketing is the communication between company and customers. The third one is interactive marketing. It includes direct exchanges between employees and customers whom they share product or service information with the aim to induce purchase. Interactive marketing എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസും കസ്റ്റമേഴ്സും അൾട്ടിമേറ്റ് കൺസ്യൂമറായിട്ടുള്ള കസ്റ്റമേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് ഒക്കേഴ്സ് ദ മൊമെൻറ്റ് കസ്റ്റമർ ഇൻറ്ററാക്ട് വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ സർവീസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ്. സർവീസ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും അതിൻ്റെ കൺസംഷൻ ഇത് സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ആ സമയത്ത് എംപ്ലോയീസും
അല്ലെങ്കിൽ സർവീസ് നൽകുന്ന സർവീസ് പ്രൊവൈഡറും കസ്റ്റമേഴ്സും തമ്മിൽ നടക്കുന്ന ഇൻ്ററാക്ഷൻസിനെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെയാണ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ സർവീസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട് 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷനെയാണ് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്, എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് നടക്കുന്നത്. ആ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒന്ന് കമ്പനി, നെക്സ്റ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ എംപ്ലോയീസ്, തേർഡ് വൺ ഈസ് കസ്റ്റമർ. ഈ 3 ഗ്രൂപ്പിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് സർവീസ് മാർക്കറ്റിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലായിട്ട് ഈ 3 ഗ്രൂപ്പിനെ കാണിക്കുന്നു: കമ്പനി, പ്രൊവൈഡേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ ഈ 3 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ആ 3-ൽ 2 സെറ്റ് ഓഫ് പീപ്പിൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഓരോ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ്, എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാകുന്നു. ദ communication between company and service provider is internal marketing. Communication between company and customers is external marketing. The communication between service providers and customers directly at the time of service production and consumption is called interactive marketing. So this concept is used in the marketing of services effectively. With that, let us conclude today's discussion. Thank you.